സ്നേഹത്തിന്റെ നിറകുടമായ ബഹുമാനത്തിന്റെ പര്യായമാണ് മെഹബൂബ്. ജനകീയ ഗായകനും നിമിഷ സംഗീതത്തിനും നിമിഷ ഗായകനുമായിരുന്ന ആ ഇതിഹാസത്തിന് മുമ്പിൽ നറുമണം മാറാത്ത ഒരു പിടി വാടാമലരുകൾ അകം നിറഞ്ഞ ആദരവോടെ അർപ്പിച്ചു. മെഹബൂബ് ഒരു ഇതിഹാസം, വളരെ നല്ലൊരു പേരാണ് അത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇതിഹാസം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം വളരെ സിമ്പിളായിട്ട് ഒരു കലാകാരൻ എന്നുള്ളൊരു കാണിക്കുന്ന കലാകാരനായിരുന്നു, ഒരു റിയലായിട്ടുള്ള കലാകാരനായിരുന്നു. ആ കലാകാരൻ്റെ ഒരു ഇതിഹാസം ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് ഓർക്കാൻ വേണ്ടി പല ആളുകൾക്കും അതൊരു ഓർമ്മക്കുറിപ്പായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഈ പ്രത്യേകിച്ച് ഈ ഡോക്യുമെൻ്ററിയിൽ എനിക്ക് അദ്ദേഹത്തെ പറ്റി 2 വാക്ക് പറയാനിടയാക്കി തന്നതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഇത് കാണണം, ഇത് രസിക്കണം, ഇതേപ്പറ്റി അറിയണം. മെഹബൂബ് എന്താണ്, ഏത് തരത്തിലുള്ള ഒരു കലാകാരനാണെന്ന് അവർ പൂർണ്ണമായിട്ട് അന്വേഷിച്ച് പലയിടത്തും അന്വേഷിച്ച് എന്തെല്ലാം കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ജീവിതമൊരു ഗാനം, അതിമോഹന മധുപാനം, സുന്ദരായി കുമാരി പെണ്ണെ, വെളുത്ത പെണ്ണെ, വെളുത്ത പെണ്ണെ, വെളുത്ത പെണ്ണെ, മനസ്സിലെന്താണ്? മിടുക്കി 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 മിടുക്കി, കണ്ണിൽ നിന്നൊരു കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി, ഒറ്റക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ. കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. ഈ കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ. മെഹബൂബ് ഒരു ഇതിഹാസം. സംഗീതം ആത്മാവിന്റെ ഭാഷ. മെഹബൂബ് ഒരു ഇതിഹാസം. നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, പടനായകരെ, നിങ്ങൾക്ക് 1000 അറബിക്കടൽ അലകമുറിക്കൈലവലത്തോണികളിൽ അലകടലിൽ വലയെറിയാൻ അണിയണിയായി പോവുക നാം. സത്തിനു വേണ്ടി മെഹബൂബ് പാടിയ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല എന്ന ഗാനം സംഗീതപ്രേമികളുടെ അധരങ്ങളിൽ ഇന്നും തത്തിക്കളിക്കുന്നു. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണ്ണി വിളക്കേ, ഞാൻ മാടത്തിൻ മണ്ണി വിളക്കേ. വലിക്കണ കൂട്ടരെ നീട്ടി നീട്ടി തുഴയുമോ, പടിഞ്ഞാറൻ കാറ്റടിക്കിന് കാത്തിരിക്കാതെ. മുത്തുകൾ വാരുന്ന മുക്കുവരെ നിങ്ങൾ മുന്നായി മുത്തുകാടങ്കാരുമോ. മെഹബൂബ് എന്ന ആ ഇതിഹാസത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച രാഗവും താളവും നാദവും എല്ലാം പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ഇന്ന് കൈവന്നത്
ഭാരതത്തിന്റെ അഭിമാനമായ ഭരത് മോഹൻലാലിന് മാത്രമാണ്. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാടുകൾ ഓടിയിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂപ മാറാൻ കൊർക്കായി ബൂറായും പോയി വരുമ്പം പീടിയ കണ്ടില്ല. പിന്നെ സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ള എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. ഇതായില്ല ജനം നേർച്ച എന്നും മറ്റും ആനപ്പരണ്ടത് കണ്ടപ്പരോട്ടിട്ട് ഇത് എന്തൊരു തൊന്തരമാണ്. മെഹബൂബ് ഒരു ഇതിഹാസം. അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, അതൊരു സ്വപ്നവുമായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് മക്കയിലേക്ക് തീർത്ഥാടനം ചെയ്യുക. ആ മഹാഭാഗ്യം ആ പാവത്തിന് കൈവന്നില്ല. ആ സുന്ദര സ്വപ്നം ആ ജനകീയ ഗായകൻ ആരെയോ കൊണ്ടോ ഗാനമെഴുതിച്ച് സ്വയം സംഗീതം ചെയ്ത് സ്വയം പാടി തീർക്കുകയാണുണ്ടായത്. മരിക്കുന്ന മുമ്പൊന്ന് നീ പുരാനേ കഅബ ശരീഫ് കാണാൻ അനുഗ്രഹം ചൊരിഞ്ഞിടണേ പുരാനേ അനുഗ്രഹം ചൊരിഞ്ഞിടണേ. മരിക്കുന്ന മുമ്പൊന്ന് നീ പുരാനേ കഅബ ശരീഫ് കാണാൻ. പൂക്കാലം കാണാതെ ചിറകറ്റു പോയൊരു ശലഭമിത ചിത്ര ശലഭമിത. ആരും കൈവിടും നീ താനേ നിൻ സഹായം. ആരും കൈവിടും നീ താനേ നിൻ സഹായം. ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്ന മെഹബൂബ് പ്രകാശത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു, സൂര്യകാന്തി പൂക്കളെ പോലെ. മുത്തുകൾ വാരുന്ന മുക്കുവരെ നിങ്ങൾ മുന്നായി മുത്തുകാടന്താരുമോ. മെഹബൂബ് ഒരു ഇതിഹാസം.